നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ജൈവ സ്ലറിയാണേ. ജൈവ സ്ലറി എല്ലാ ചെടികൾക്കും വളരെ നല്ലതാണ്. ചില്ലി ജാസ്മിനിൽ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതേ ഇതിനകത്ത് പുഴു കിടക്കുന്നുണ്ടോ? എന്നോട് പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ ജൈവ സ്ലറിയിൽ പുഴു ഉണ്ടായിട്ടുണ്ട്, അത് ഉപയോഗിക്കാൻ കൊള്ളുമോ എന്ന്. ഇപ്പോൾ ഇത് തന്നെ ചത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതല്ലെങ്കിൽ പോലും നമ്മൾ ചെടിച്ചോട്ടിലേക്ക് ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ചത്തുപോകും. പക്ഷേ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം, ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കുമ്പം വളരെ നേർപ്പിച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അപ്പം ഞാൻ ഇത്രയും ജൈവ സ്ലറി എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് നമ്മളിത് ഇതുപോലെ വെള്ളം ചേർത്തിട്ട് നേർപ്പിക്കും. എന്നിട്ട് ഞാൻ ഈ ചെടിയുടെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. കണ്ടോ, ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കും. അതിൻ്റെ കൂടെ മണ്ണിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ തണുപ്പ്, നമ്മൾ ആ ഉണങ്ങിയ ഇല ഇട്ട് കൊടുത്തത് കൊണ്ടുണ്ടാക്കുന്ന തണുപ്പ് ചെടിയുടെ ചുവട്ടിൽ തങ്ങി നിൽക്കുകയും ചെയ്യും.